പെരുന്നാളൊക്കെ കഴിഞ്ഞ് നാളെ ക്ലാസ്സൊക്കെ തുടങ്ങാനുള്ള റെഡി ആയിരിക്കുകയാണ് നമ്മൾ. അതിനുള്ള പ്രിപ്പറേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു സിമ്പിളായിട്ടൊരു സ്വീറ്റ് കഴിച്ചാലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റണ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വോക്ക് ആൻഡ് ലാഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 6 ബദാം, കുറച്ച് കാഷ്യൂ, കുറച്ച് കടല, ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അത് മീഡിയം ടു ലോ അങ്ങനെ വെച്ചിട്ട് തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ഒരു വാസന വരും. ആ സമയത്ത് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 7 മിനിറ്റ്, ഒരു 8 മിനിറ്റ് ഈ ഒരു കണക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ്, 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതാണ് മധുരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കൂടുതൽ വെള്ളമായി പോവാനും പാടില്ല. നമ്മൾ എന്താ പറയുക, ചപ്പാത്തിക്കൊക്കെ കുഴക്കണ അതേ രൂപമല്ല, അതിലേറെ ഒന്നും കൂടി ലൂസായിട്ടുള്ള ഒരു പരുവാണ്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഉറച്ച് വരും. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏത് രൂപത്തിലും ഇനി ഷേപ്പ് ചെയ്തെടുക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കേണ്ട ഒരു താമസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിലിക്കൺ മോൾഡ് ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ചെറിയ കട്ട്ലറ്റ് രൂപത്തിലുള്ള ചെറിയ അങ്ങനെ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വട്ടത്തിലുള്ളതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ടും യൂസ് ചെയ്യും. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നേരെ എടുത്ത് അത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു റെസിപ്പി. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എന്താണിത് സാധനം എന്ന് കഴിക്കണവർക്ക് ആർക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സിമ്പിൾ സ്വീറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലാത്തൊരു പ്രശ്നമില്ല. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക.